കോപ്പ അമേരിക്കയിൽ ആദ്യ മത്സരത്തിനായി ചൊവ്വാഴ്ച പുലർച്ചെ കളത്തിലിറങ്ങുകയാണ് ബ്രസീൽ. കോസ്റ്റാറിക്കയാണ് ബ്രസീലിന്റെ ആദ്യ എതിരാളികൾ. 2021 കോപ്പ ഫൈനൽ മുതൽ ബ്രസീലിന് നല്ല കാലമല്ല. ഖത്തർ ലോകകപ്പിൽ ക്വാർട്ടറുകൾ പുറത്തായി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ തുടർ തിരിച്ചടികൾ നേരിട്ടു. പുതിയ കോച്ച് ഡൊറിവൽ ജൂനിയറിന് കീഴിൽ കളിച്ച അവസാന 4 മത്സരങ്ങൾ ബ്രസീലിനെ സംബന്ധിച്ച് സമ്മിശ്രമായ ഫലങ്ങളാണ് സമ്മാനിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ വിജയം നേടിയ ടീം സ്പെയിനെതിരെ സമനില വഴങ്ങി. അതിനുശേഷം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി നടന്ന മത്സരങ്ങളിൽ മെക്സിക്കോയ്ക്കെതിരെ വിജയിച്ചപ്പോൾ അമേരിക്കയ്ക്കെതിരെ സമനില വഴങ്ങി. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും ഏതാനും മാറ്റങ്ങളോടെയാണ് ബ്രസീൽ ടീം ഇറങ്ങുക. ലിവർപൂൾ താരം അലിസൺ തന്നെയാവും മത്സരത്തിൽ വലകാക്കുക. എഡർ മിലിറ്റാവോ, മാർക്കിന്യോസ് എന്നിവർ സെന്റർ ബാക്കുകളായും അരാന, ഡാനിലോ എന്നിവർ ഫുൾ ബാക്കുകളായും കളിക്കും. മധ്യനിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. യാവോ ഗോമസ്, ബ്രൂണോ ഗിമറസ്, ലൂക്കാസ് പക്കേറ്റ എന്നിവർ തന്നെയാകും ആദ്യ ലെവലിലിറങ്ങുക. മുന്നേറ്റ നിരയിൽ എൻട്രിക് സെൻട്രൽ ഫോർവേഡായി ഇറങ്ങില്ല. വിങ്ങുകളിൽ റഫീനിയയും വിനീഷ്യസും കളിക്കുമ്പോൾ ഫോർവേഡായി റോഡ്രിഗോ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിനെ സംബന്ധിച്ച് വിജയത്തോടെ തുടങ്ങുക എന്നത് വളരെ പ്രധാനമാണ്. കോസ്റ്റാറിക്കയ്ക്കെതിരെ വിജയിക്കുക വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് കരുതപ്പെടുന്നത്. അതിനുശേഷമുള്ള മത്സരങ്ങളിൽ പാരഗ്വേ, കൊളംബിയ എന്നീ കരുത്തുറ്റ ടീമുകളെ നേരിടാനുള്ളതിനാൽ ഈ മത്സരത്തിൽ വിജയം നേടിയേ തീരൂ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.